വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. പ്ലസ് ടു ബോട്ടണിയിലെ ബയോടെക്നോളജി എന്ന ചാപ്റ്ററിലെ എൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. NCERT ബുക്കാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എൻട്രൻസ് എഴുതുന്ന കുട്ടികൾക്ക് കൂടി പ്രയോജനമാകുന്ന തരത്തിൽ അതിലെ എല്ലാ ഭാഗങ്ങളും ഞാൻ നന്നായി വിശദീകരിക്കുന്നുണ്ട്. ഒരു സാധാരണ യൂട്യൂബ് വീഡിയോ കാണുന്നത് പോലെ നിങ്ങൾ ഈ ക്ലാസ്സിനെ കാണരുത്. ക്ലാസ്സിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിലോ ഒരു പേപ്പറിലോ കുറിച്ച് വയ്ക്കുക. ക്ലാസ് കഴിയുമ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി മാത്രം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്നാണ് അതിനർത്ഥം. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമല്ലോ. ഇത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ rDNA കുറിച്ച് പറഞ്ഞിട്ടാണ് ക്ലാസ് അവസാനിപ്പിച്ചത്. വാട്ട് ഈസ് rDNA? Who produced the first rDNA molecule? എന്താണ് ഒരു rDNA എന്ന് പറഞ്ഞാൽ? The genes from two different organisms combined to form rDNA or a recombinant DNA or a hybrid DNA. First rDNA was produced by Paul Berg. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. Today I am going to teach you the construction of first rDNA organism. rDNA organism ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്തത് രണ്ട് സയന്റിസ്റ്റ് ചേർന്നിട്ടാണ്, സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ. സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ അവരാണ് ആദ്യത്തെ rDNA ഓർഗനിസം കൺസ്ട്രക്ട് ചെയ്തെടുത്തത്. ഒരു rDNA ഉണ്ടാക്കണമെങ്കിൽ രണ്ട് ഡിഫറെന്റ് ഓർഗനിസത്തിൽ നിന്നുള്ള ജീൻ കമ്പൈൻ ചെയ്യണം. അപ്പോൾ രണ്ട് ഡിഫറെന്റ് ഓർഗനിസം വേണം. ഇവിടെ അവർ രണ്ട് ഡിഫറെന്റ് ഓർഗനിസത്തെ എടുത്തത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ടീരിയകളാണ്. സാൽമണല്ല ടൈഫിമ്യൂറിയം ആൻഡ് എസ്ചെരിച്ചിയ കോളൈ, ഈ രണ്ട് ബാക്ടീരിയയാണ് അവരതിനായിട്ട് യൂസ് ചെയ്തത്. അതിൽ സാൽമണല്ല ടൈഫിമ്യൂറിയം എന്ന് പറയുന്നത് രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ നമ്മൾ ആന്റിബയോട്ടിക് കഴിച്ചാലും അത് നശിച്ചു പോകുന്നില്ല. അപ്പോൾ അതിന് കാരണം അതിനകത്ത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അത് നശിച്ചു പോകാത്തത്. എന്നാൽ എസ്ചെരിച്ചിയ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയ എല്ലാ ഓർഗനിസത്തിന്റെയും ഇൻഡസ്റ്റൈനിലൊക്കെ ഉള്ള ഒരു ബാക്ടീരിയയാണ്. നമ്മുടെയൊക്കെ ഇൻഡസ്റ്റൈനിലുള്ള ഒരു ബാക്ടീരിയയാണ് എസ്ചെരിച്ചിയ കോളൈ. അത് ഡൈജഷനൊക്കെ സഹായിക്കുന്ന നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാക്ടീരിയ. പക്ഷേ നമ്മൾ എന്തെങ്കിലും രോഗത്തിന് ആന്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ നശിച്ചു പോകുന്നു. അപ്പോൾ അത് നമുക്ക് പല രോഗാവസ്ഥയും ഉണ്ടാക്കും. നമുക്കത് ഡൈജഷൻ നടക്കാത്തത് കൊണ്ട് പല പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ബാക്ടീരിയയെ അത് നശിച്ചു പോകാനുള്ള കാരണം അതിന് ആന്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്, അല്ലേ? അപ്പോ സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും കൂടി ചെയ്തത് എന്താണ്? ഈ സാൽമണല്ല ടൈഫിമ്യൂറിയത്തിൽ നിന്ന് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ജീൻ ഏതാണോ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആകാൻ അതിനെ സഹായിക്കുന്നത്, ആ ജീൻ അതിനകത്ത് നിന്നെടുത്ത് എസ്ചെരിച്ചിയ കോളയുടെ പ്ലാസ്മിഡിൽ വെച്ച് പിടിപ്പിക്കുക. അങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ അതും ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആകുമല്ലോ. അങ്ങനെയാണ് ഈ ഒരു കണ്ടുപിടുത്തം വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഈ കൺസ്ട്രക്ഷൻ നടത്തിയത് എന്ന് നമുക്ക് നോക്കാം. രണ്ട് ബാക്ടീരിയ, സാൽമണല്ല ടൈഫിമ്യൂറിയം, എസ്ചെരിച്ചിയ കോളൈ. സാൽമണല്ല ടൈഫിമ്യൂറിയം എന്ന് പറയുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആണ്. സാൽമണല്ല ടൈഫിമ്യൂറിയം. അപ്പോൾ ഈ ബാക്ടീരിയ നോക്കിയേ എങ്ങനെയാണ് ഈ ബാക്ടീരിയ. അതിന്റെ സെന്ററിൽ ഒരു ക്രോമാറ്റിൻ ഉണ്ട്, കുറെ പ്ലാസ്മിഡ് ഉണ്ട്. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. സ്മോൾ റിങ്സ് ഓഫ് എക്സ്ട്രാ ക്രോമസോമൽ DNA ഇൻ ദി സൈറ്റോപ്ലാസം ഓഫ് ബാക്ടീരിയ. അതാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ പ്ലാസ്മിഡിനകത്തുള്ള ഒരു ജീനാണ്, ഒരു DNA എന്ന് പറഞ്ഞതിനകത്ത് ഒരുപാട് ജീനുണ്ട്. അപ്പോൾ ആ പ്ലാസ്മിഡിലുള്ള ഒരു ജീനാണ് ഇതിന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ജീൻ ഈ ഒരു പ്ലാസ്മിഡിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആ പ്ലാസ്മിഡിനെ അതിനകത്തു നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കണം. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, ഒരു സെല്ലിനകത്ത് വെച്ചല്ല നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുന്നത്. സെല്ലിൽ നിന്ന് അതിനെ
വേർതിരിച്ചെടുത്തിട്ടാണ്. അപ്പോ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഐസൊലേറ്റ് ദിസ് പ്ലാസ്മിഡ്. ഈ പ്ലാസ്മിഡിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഈ പ്ലാസ്മിഡിനെ ഇങ്ങ് പുറത്തേക്ക് എടുത്തു. പ്ലാസ്മിഡ് ഡബിൾ സ്ട്രാൻഡഡ് ആണ്, DNA ആണ്, അതുകൊണ്ട് 2 ലൈൻ വരച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഈ പ്ലാസ്മിഡിന്റെ ഇത്രയും ഭാഗം ഒരു ചെറിയ ജീനാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് അതിന് കൊടുക്കുന്നത്. ഇതാ ഇവിടെ കളറിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ജീനാണ് അതിന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഇതിനെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ അതിൽ നിന്ന് അതിനെ നമ്മൾ മുറിച്ചെടുക്കണം. അതിൽ നിന്ന് മുറിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ എന്ത് യൂസ് ചെയ്യും? നമ്മൾ സാധാരണ എന്തെങ്കിലും കട്ട് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? സിസേഴ്സ് ഉപയോഗിക്കും അല്ലേ? അപ്പൊ ഇവിടെയും ഇതിനെ കട്ട് ചെയ്യാനായിട്ട് മോളിക്കുലാർ സിസേഴ്സ് അല്ലെങ്കിൽ ബയോളജിക്കൽ സിസേഴ്സ് ഉപയോഗിക്കുന്നു. മോളിക്കുലാർ സിസേഴ്സ് അല്ലെങ്കിൽ ബയോളജിക്കൽ സിസേഴ്സ് എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്, റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയും. അപ്പൊ ആ എൻസൈം ഉപയോഗിച്ചിട്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്യുന്നു. ഇതിനെ കട്ട് ചെയ്യുമ്പോൾ ഇത് 2 പീസായിട്ട് മാറുന്നു. ഇങ്ങനെ അതിനെ നമ്മൾ മുറിച്ചു. അപ്പോൾ ഇവിടെ ഒരു കട്ട് പീസ് മുറിച്ചപ്പോൾ ഇങ്ങനെ നമുക്കൊരു പീസ് ഇവിടെ മാറി കിട്ടി. ഈ പീസ്, ഈ കട്ട് പീസ് അല്ലെങ്കിൽ ഈ ജീനിന്റെ ഈ പീസിനെ, ഇതാണ് നമുക്ക് വേണ്ടുന്ന പീസ്, ഈ കട്ട് പീസ്. ഇതിനെ ഏലിയൻ DNA എന്ന് പറയും. ഏലിയൻ DNA അല്ലെങ്കിൽ ഫോറിൻ DNA. ഏലിയൻ DNA അല്ലെങ്കിൽ ഫോറിൻ DNA അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, ഇങ്ങനെ പല പേരിലാണ് അതറിയപ്പെടുന്നത്. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ജീൻ. ഇത് മുഴുവനും കുറേ ജീൻ ഉണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ജീനാണ് അത്. അതിനെയാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തത്. അതുകൊണ്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. ഇനി ഏലിയൻ DNA എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഏലിയൻ എന്ന് പറഞ്ഞാൽ അന്യഗ്രഹ ജീവി എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഏലിയൻ എന്ന് പറയാൻ കാരണം നമ്മൾ ഈ എസ്റ്റിരിച്ച കോളയിലോട്ട് ഇത് വെച്ചു കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വേറെ ഓർഗനിസത്തിൽ നിന്ന് വന്നതാണ് അല്ലെ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെറിയ പോർഷൻ അല്ലേ നമ്മൾ അവിടെ വലിയ കഷ്ണത്തിലേക്ക് വെച്ചു കൊടുക്കുന്നത്. വലിയ ഇതിലേക്ക് ഈ ഒരു ചെറിയ ഒരു DNA ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് ഒരു സാധനത്തിൽ നിന്ന് വന്നതാണ്, അന്യജീവി നിന്ന് വന്നതാണ് അല്ലെ. അതുകൊണ്ടാണ് ഇതിനെ ഏലിയൻ DNA എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏലിയൻ DNA ആണ് നമുക്ക് എസ്റ്റിരിച്ച കോളയിലോട്ട് വെച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ എസ്റ്റിരിച്ച കോളൈ എങ്ങനെയിരിക്കുന്നത്? എസ്റ്റിരിച്ച കോളൈ എന്ന് പറയുന്നതും ഒരു ബാക്ടീരിയ ആണ്. അതിൻ്റെയും സെന്ററിൽ ഒരു ക്രോമാറ്റിൻ ഉണ്ട്. അതിനകത്തും കുറെ പ്ലാസ്മിഡുകൾ ഉണ്ട്. അപ്പോൾ ഈ പ്ലാസ്മിഡിനെ അകത്തോട്ടാണ്, ഇതിലൊരു പ്ലാസ്മിഡിലേക്കാണ് നമുക്ക് ഈ പീസ് വെച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സെല്ലിന്റെ ഉള്ളിൽ വെച്ചല്ല എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുന്നത്, അതിനെ നമ്മൾ പുറത്തെടുക്കണം. അപ്പോൾ ഈ പ്ലാസ്മിഡിനെയും നമ്മൾ ഇതിനകത്തുനിന്ന് വെളിയിലോട്ടെടുക്കുന്നു, ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു ഈ പ്ലാസ്മിഡിനെ. ഇനി പ്ലാസ്മിഡ് ഇതും റൗണ്ടിലാണ് ഇരിക്കുന്ന, റിംഗ് ഷേപ്പാണ്, അതിനൊരു എൻഡ് പോർഷൻ ഇല്ല. ഈ ഒരു പീസിന് നമ്മൾ എങ്ങനെ അതിനകത്തോട്ട് വെക്കും? അതിനകത്തോട്ട് വെക്കണമെങ്കിൽ അതും കട്ട് ചെയ്യണം. കട്ട് ചെയ്താലേ നമുക്ക് അതിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച സെയിം മോളിക്കുലാർ സിസേഴ്സ് അല്ലെങ്കിൽ ബയോളജിക്കൽ സിസേഴ്സ് ഉപയോഗിച്ച് അതിനെയും കട്ട് ചെയ്യുന്നു. ഈ പ്ലാസ്മിഡിനകത്തോട്ട് ഇവിടെ നിന്നുള്ള ഈ പീസാണ് ഇവിടെ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ വരും? ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നു. ഈ പീസും ഇതും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും? എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്? എന്തെങ്കിലും സാധനം നമ്മൾ കമ്പൈൻ ചെയ്യാൻ എങ്ങനെയെങ്കിലും കൂട്ടിവെക്കണമെങ്കിൽ എന്തുപയോഗിക്കും? 2 സാധനങ്ങൾ കൂട്ടിവെക്കണമെങ്കിൽ എന്തുപയോഗിക്കും? ഗ്ലൂ ഉപയോഗിക്കും അല്ലേ. ഇവിടെയും അതുപോലെ മോളിക്കുലാർ ഗ്ലൂ ഉപയോഗിക്കുന്നു. അങ്ങനെ മോളിക്കുലാർ ഗ്ലൂ ഉപയോഗിച്ച് ഇതിനെ ലിങ്ക് ചെയ്യുന്നു. മോളിക്കുലാർ ഗ്ലൂ എന്ന് പറയുന്നതും ഒരു എൻസൈം തന്നെയാണ്. DNA ലിഗേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ആ എൻസൈം ഉപയോഗിച്ച് ഇതിനെ ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ ഈ DNAയിലേക്ക് ഈ പ്ലാസ്മിഡിന്റെ ഇതിനകത്തേക്ക് ഈ പീസ് വന്ന് ചേർന്ന് വരുന്നു. രണ്ടും കൂടി ഒട്ടിച്ചു വെക്കുന്നു. ഇത് രണ്ടും കൂടി അവിടെ ലിങ്ക് ആകുന്നു. നൗ ഇറ്റ് ബിക്കം, ഇതിനെന്ത് പേര് പറയും? ഇപ്പോ rDNA. 2 ഡിഫറെന്റ് ഓർഗനിസത്തിൽ നിന്നുള്ള ജീനുകൾ കമ്പൈൻ ചെയ്തു. അതുകൊണ്ട് അതിനെ rDNA എന്ന് പറയും. മനസ്സിലായില്ല? rDNA എന്താന്ന് മനസ്സിലായില്ലേ? അപ്പോൾ
ഇപ്പൊ ഈ ഒരു സാൽമണല്ല ടൈഫിമ്യൂറിയത്തിൽ നിന്നും ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയ ഈ ഒരു ജീൻ എടുത്ത് നമ്മൾ എസ്റ്റിരിച്ച കോളയിൽ നിന്നുള്ള ഈ പ്ലാസ്മിഡിലേക്ക് ചേർത്ത് വെച്ചു, ലിങ്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് now it become rDNA or recombinant DNA. ഇവിടെ ഈ rDNA അല്ലെങ്കിൽ ഈ പീസ് ഇത് നമ്മൾ rDNA ഇതിലേക്ക് ചേർത്ത് വെച്ചു. ഇനി ഈ പീസിനെ നമ്മൾ അടുത്ത ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ rDNA അല്ലെങ്കിൽ ഈ റീകോമ്പിനന്റ് പ്ലാസ്മിഡിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എസ്റ്റിരിച്ച കോളയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. കണ്ടോ, ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഇതിനെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഈ പ്ലാസ്മിഡ് ഇവിടെ നമ്മൾ ഈ ഉപയോഗിച്ചിരുന്നത് ഈ പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ഈ പീസിനെ നമുക്ക് ഈ ഹോസ്റ്റ് DNA ഹോസ്റ്റ് ഓർഗനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ഈ പ്ലാസ്മിഡിനെ അല്ലേ. നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു, നമുക്ക് ഇതിനെയും കൂടി ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആക്കണം. അപ്പോൾ ഇതിനെ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആക്കാനായിട്ട് ഇതിനകത്തു നിന്നുള്ളൊരു പീസിനെ അവിടെ കൊണ്ടുപോകണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ് ഈ പ്ലാസ്മിഡിനെ. അപ്പോൾ ഈ പ്ലാസ്മിഡിനെ വെക്റ്റർ എന്ന് പറയും. എന്ത് പേര് പറയും? വെക്റ്റർ. എന്തുകൊണ്ടാണ് വെക്റ്റർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വെഹിക്കിൾ ടു ട്രാൻസ്ഫർ ദ ഫോറിൻ ജീൻ ഇൻ ടു ദ ഹോസ്റ്റ് ഓർഗനിസം. ഹോസ്റ്റ് ഓർഗനിസത്തിലേക്ക് ഒരു ഫോറിൻ ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിൾ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ വെക്റ്റർ പ്ലാസ്മിഡ് എന്നും പറയും. മനസ്സിലായ? അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇത് വെക്റ്റർ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ റീകോമ്പിനന്റ് പ്ലാസ്മിഡ് എന്നും ഇതിനെ പറയും, റീകോമ്പിനന്റ് വെക്റ്റർ എന്നും പറയാം. റീകോമ്പിനന്റ് പ്ലാസ്മിഡ് ഓർ റീകോമ്പിനന്റ് വെക്റ്റർ. കാരണം വെക്റ്ററിലേക്കാണ് നമ്മൾ ഈ പുതിയ ജീൻ വെച്ചു കൊടുത്തത്, അതുകൊണ്ട് അങ്ങനെയും പറയാം. റീകോമ്പിനന്റ് വെക്റ്റർ ഓർ റീകോമ്പിനന്റ് പ്ലാസ്മിഡ്. Then the recombinant plasmid introduced into the host organism. അപ്പോൾ ഹോസ്റ്റ് ഓർഗനിസത്തിൽ ഇത് എത്തിക്കഴിയുമ്പോൾ ഇറ്റ് വുഡ് ബിക്കം ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ്. ഇപ്പോൾ ഈ എസ്ചെരിച്ചിയ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആണ്. മനസ്സിലായോ? ഇനി ഇതിനകത്തിരുന്നുകൊണ്ട് ഈ പ്ലാസ്മിഡ്, നമ്മുടെ rDNA എന്ന് പറയുന്ന പ്ലാസ്മിഡ്, റീകോമ്പിനന്റ് പ്ലാസ്മിഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. They have the ability to replicate. അതിനെ സ്വന്തമായിട്ട്, കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് പ്ലാസ്മിഡിന് സെൽഫ് റെപ്ലിക്കേഷൻ, സ്വന്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതിനകത്തിരുന്നു കൊണ്ട് ഒരു എൻസൈം, പോളിമറേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ സഹായത്തോടെ ഇതിനകത്തിരുന്ന് കുറെ എണ്ണമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എല്ലാം നമ്മുടെ റീകോമ്പിനന്റ് DNA, ഇതെല്ലാം റീകോമ്പിനന്റ് പ്ലാസ്മിഡ്, എല്ലാത്തിനും ഈ പീസ് ഉണ്ട്. കണ്ട, ഇത് അവിടെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ പീസും അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഒരുപാടെണ്ണം ആ സെല്ലിനകത്ത് ഉണ്ടാകുന്നു. ഈ സെല്ല്, ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ട് മാറി. ക്ലിയർ ആയോ? അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആദ്യം ഒരു 2 ബാക്ടീരിയ എടുത്തു. അതിൽ സാൽമണല്ല ടൈഫിമ്യൂറിയം എന്ന് പറയുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആണ്. അതിനകത്ത് ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഐസൊലേറ്റ് ചെയ്തു. എന്ത് ഐസൊലേറ്റ് ചെയ്തു? അതിനകത്തുനിന്നുള്ള പ്ലാസ്മിഡിനെ ഐസൊലേറ്റ് ചെയ്തു. Then cut the plasmid by using molecular scissors or biological scissors. The cut piece is known as alien DNA or foreign DNA. Then this cut piece is introduced into the plasmid, vector plasmid taken from Escherichia coli. അതിനകത്തേക്ക് അതിനെ ലിങ്ക് ചെയ്തു. എങ്ങനെ ലിങ്ക് ചെയ്തു? ബൈ യൂസിങ് മോളിക്കുലാർ ഗ്ലൂ. DNA ലിഗേസ് എന്ന് പറയുന്ന മോളിക്കുലാർ ഗ്ലൂ ഉപയോഗിച്ച് അതിനെ ഇതിലേക്ക് ലിങ്ക് ചെയ്തു. Now this one is now newly constructed rDNA. ഇതൊരു rDNA, പുതുതായിട്ട് ഉണ്ടാക്കിയെടുത്ത
RDNA അല്ലെങ്കിൽ റീകോമ്പിനന്റ് DNA അല്ലെങ്കിൽ റീകോമ്പിനന്റ് പ്ലാസ്മിഡ്, റീകോമ്പിനന്റ് വെക്റ്റർ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനെ then introduced into the host organism. ഹോസ്റ്റ് ഓർഗനിസത്തിലേക്ക് ഇടുന്നു. ആ ഹോസ്റ്റ് ഓർഗനിസത്തിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് പോളിമറൈസ് എൻസൈം. അതിന്റെ സഹായത്തോടെ ഒരുപാട് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. ഇതിങ്ങനെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്നതിന് ക്ലോണിംഗ് എന്നാ പറയുന്നത്. ഇത് ഓരോന്നിനും ക്ലോൺ എന്ന് പറയും. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ഈസ് ക്ലോണിംഗ്. ഒരേപോലുള്ള കുറേ എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ക്ലോണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കുറെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കിയെടുക്കുന്നു, അതുകൊണ്ട് അതിനെ ക്ലോണിംഗ് എന്ന് പറയുന്നു. അപ്പോൾ സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറുമാണ് ആദ്യത്തെ RDNA ഓർഗനിസത്തെ കൺസ്ട്രക്ട് ചെയ്തെടുത്തത്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ആ ഇൻസുലിൻ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവല് കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇൻസുലിന്റെ അഭാവത്തിൽ അല്ലെങ്കിൽ ഇൻസുലിൻ ഇല്ലാതെ വരുമ്പോൾ ബ്ലഡിലുള്ള ഷുഗറിന്റെ കണ്ടന്റ് കൂടുന്നു. അതാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ആ രോഗികളിൽ, ഡയബറ്റീസ് രോഗികളിൽ ഇൻസുലിൻ കുത്തിവെക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ അവർക്ക് നമ്മൾ ഇൻസുലിൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ള വളരെ കുറച്ച് മാത്രമേ ഇൻസുലിൻ ഉണ്ടാകുന്നുള്ളൂ. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുന്ന ജീൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിനെ ഒരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡിൽ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ, ബാക്ടീരിയയുടെ പ്ലാസ്മിഡിൽ വെച്ചിട്ട് തിരിച്ച് ബാക്ടീരിയയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ബാക്ടീരിയയുടെ ശരീരത്തിലിരുന്ന് ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? അങ്ങനെ കുറേ പ്ലാസ്മിഡായിട്ട് വരും. അതിന് നമ്മൾ പിന്നീട് സെപ്പറേറ്റ് ചെയ്തെടുത്ത് നമുക്ക് കുറേ ഇൻസുലിൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിലുള്ള ഏതെങ്കിലും ഒരു ക്രോമസോം, ആ ക്രോമസോമിലാണ് ഇതിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊരു ക്രോമസോം. ഈ ക്രോമസോമിലാണ് നമ്മുടെ ഈ പറയുന്ന ഇൻസുലിൻ ഉണ്ടാക്കുന്ന ജീൻ ഇരിക്കുന്നത്. ഇത്രയും ഭാഗമാണ് ആ ജീൻ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഭാഗത്തിനെ കട്ട് ചെയ്തെടുക്കുന്നു. ഇതിനെ നമ്മൾ മുറിച്ച് അത്രയും പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കുന്നു. മനസ്സിലായോ? അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പൊ ആദ്യം നമ്മൾ DNA സെപ്പറേറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ആ DNAയിൽ നിന്ന് സിസേഴ്സ് ഉപയോഗിച്ച്, മോളിക്കുലാർ സിസേഴ്സ് ഉപയോഗിച്ച് ഈ ഒരു ജീൻ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തു. ആ ജീനിനെ നമ്മൾ പിന്നെ ഈ ഒരു ഇതിലേക്ക്, ഒരു പ്ലാസ്മിഡിലേക്ക് അതിനെ കൊണ്ടുപോയി ലിങ്ക് ചെയ്യുന്നു. ഈ ജീനിനെ, ഈ ഹ്യൂമൻ ബീയിങ്സിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻസുലിൻ ഉണ്ടാക്കുന്ന ജീൻ ഏതാണോ ആ ജീനിനെ ഒരു പ്ലാസ്മിഡിൽ നമ്മൾ ലിങ്ക് ചെയ്ത് വെക്കുന്നു. ബൈ യൂസിങ് ലിഗേസ്, മോളിക്കുലാർ ഗ്ലൂ ഉപയോഗിച്ച് ലിങ്ക് ചെയ്ത് വെക്കുന്നു. അതിനെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഒരു ബാക്ടീരിയയിലേക്ക് ഇടുന്നു. ട്രാൻസ്ഫർ ടു എ ബാക്ടീരിയം. അത് ബാക്ടീരിയയിൽ ഇരുന്നുകൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാരണം പ്ലാസ്മിഡിന് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് ഒരുപാടെണ്ണമായിട്ട് ഇതിനകത്ത് ക്ലോണിംഗ് വഴി ഒരുപാടെണ്ണമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു വരുന്നു. ഇനി ഈ ബാക്ടീരിയയെ നമ്മൾ എന്ത് ചെയ്യണം? ലാർജ് സ്കെയിലായിട്ട് ആ ബാക്ടീരിയയെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാം. ഒരുപാടായിട്ട് കൾച്ചർ ചെയ്തെടുക്കാം. ബാക്ടീരിയ എന്ന് പറയുന്നത് എവറി 20 മിനിറ്റ്സ്, ഈ എച്ച്രിച്ചിയ കോളി എന്ന് പറയുന്നത് എവറി 20 മിനിറ്റ്സിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യും. ഉടനെ അടുത്തത് ഉണ്ടാക്കിയിരിക്കും. 20 മിനിറ്റ്സ് മതി. അപ്പോൾ പെട്ടെന്ന് ഒരു ബാക്ടീരിയൽ സെല്ലിൽ തന്നെ ഒരുപാട് പ്ലാസ്മിഡ് ആയി കഴിഞ്ഞു. അതുകൂടാതെ ഒരുപാട് ബാക്ടീരിയ പെട്ടെന്ന് തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടായി വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ബാക്ടീരിയയിൽ നിന്ന് പിന്നീട് ഇൻസുലിൻ അതിനകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇൻസുലിൻ ഒരു പ്രോട്ടീനേഷ്യസ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അത് പിന്നീട് രോഗികൾക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൽ നിന്നുള്ള ഒരു ജീനാണ്, ഇൻസുലിൻ ഉണ്ടാക്കുന്ന ജീനാണ് നമ്മൾ എടുത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ എക്സ്പെരിമെന്റ് എല്ലാം ഇതുപോലെ തന്നെ. അപ്പോൾ നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ അതിൻ്റെ
സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ സ്റ്റെപ്പ്. ഇത്രയേ ഉള്ളൂ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്? ആദ്യമേ തന്നെ നമ്മൾ DNA സെല്ലിനകത്താണ് DNA ഇരിക്കുന്നത് നിന്ന് എങ്ങനെ DNA വെളിയിലെടുക്കാം. ഇനി വെളിയിലെടുത്തു കഴിഞ്ഞ DNA എന്ത് വേണം? അതിനെ നമ്മൾ കട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെ അതിനെ കട്ട് ചെയ്യാം? മോളിക്കുലാർ സിസേഴ്സ് ഉപയോഗിക്കും. ഇനി മോളിക്കുലാർ സിസേഴ്സിന്റെ പ്രത്യേകത എന്താണ്? അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുപോലെ ഇത് കൊണ്ടുവന്ന് നമ്മളൊരു വെക്ടർ പ്ലാസ്മിഡിലേക്ക് ലിങ്ക് ചെയ്യുന്നു. അപ്പൊ വെക്ടർ പ്ലാസ്മിഡ് എന്താണ്? വെക്ടർ പ്ലാസ്മിഡ് എന്താണ്? വെക്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അതെല്ലാം പഠിക്കണം. ഇനി അത് കഴിഞ്ഞാലോ അതിനെ നമ്മളൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എങ്ങനെ അതിനെ തിരിച്ചൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം പഠിക്കണ്ടേ? അതുപോലെ അത് കഴിയുമ്പോൾ ബാക്ടീരിയയെ എങ്ങനെ നമുക്ക് ലാർജ് സ്കെയിൽ കൾച്ചർ ചെയ്തെടുക്കാം, എങ്ങനെ അതിൽ നിന്നും പ്രോട്ടീൻ സെപ്പറേറ്റ് ചെയ്തെടുക്കാം, ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനി ഡീറ്റെയിൽ പഠിക്കേണ്ടത്. ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ശരിക്കുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ആകെയുള്ള സ്റ്റെപ്പ്. ഇനി അതിന്റെ ഓരോ സ്റ്റെപ്പും അതിനകത്ത് ഉപയോഗിക്കുന്ന ടൂൾസും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത്രയേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻസ് തരാം, ആൻസർ ചെയ്തോളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ.